ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ വന്നത്. നല്ല ഉപകാരമുള്ള ടിപ്സുകളാണ് എല്ലാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ബദാം എളുപ്പത്തിൽ എങ്ങനെയാണ് തൊലി കളഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ബദാം ഇട്ട് കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ മുട്ട വേവിക്കുമ്പോൾ ചിലപ്പോൾ നല്ലോണം വെന്ത് പോകും, അല്ലെങ്കിൽ നല്ലോണം വേവ് കുറഞ്ഞും പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അധികം വെന്ത് പോയാൽ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല, മുട്ടൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു വേവിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. ഈ ഒരു വേവിൽ കിട്ടണമെങ്കിൽ നമുക്ക് മുട്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളക്കണം. എന്നിട്ട് തിളച്ചിട്ട് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിവാക്കി കളയാം. എന്നിട്ട് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിതെങ്ങനെയാണ് തോട് പൊട്ടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഞാനങ്ങനെ ടൈം നോക്കിയിട്ടൊന്നുമല്ല മുട്ട വേവിക്കുന്നത്. എനിക്കൊരു മനസ്സിലൊരു കണക്കുണ്ട്, അത് വെന്തിട്ടുണ്ടാവുമെന്ന്. അങ്ങനെയാണ് ഞാൻ വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ടൈം നോക്കിയതാണ്. ഇത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഷാർപ്പായിട്ടുള്ളൊരു സ്പൂൺ എടുക്കണം. എന്നിട്ട് ഒന്ന് തട്ടിക്കൊടുത്തിട്ട് തോടിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ തിക്കി കൊടുക്കുക. സ്പൂണിങ് എടുക്കാതെ തന്നെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചുറ്റിലും തിക്കി കൊടുത്താൽ മതി. തോടിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ മുട്ട തോടുന്ന് എടുക്കാൻ പറ്റും. മുട്ടൻ്റെ വെള്ള പൊട്ടിപ്പോയിട്ട് മുട്ടത്തോടിലൊന്നും ആകുന്നില്ല. മുഴുവനായിട്ട് നമുക്കിതുപോലെ എടുക്കാൻ പറ്റുന്നുണ്ട്. വേവ് കുറഞ്ഞ മുട്ട നമുക്ക് തോടുന്ന് എടുക്കുമ്പോൾ മുട്ടൻ്റെ വെള്ള കുറേ ഭാഗം മുട്ടത്തോടിലായി പോവും. പിന്നെ അങ്ങനെ കോരി കഴിക്കുകയല്ലേ ചെയ്യുക. നല്ലോണം വെന്ത മുട്ട നമുക്ക് തോട് പൊട്ടിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിലും കുറച്ചും കൂടി വേവ് വേണമെങ്കിൽ അതുപോലെ തന്നെ വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നിട്ട് 3 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് നല്ലോണം വേവ് കുറഞ്ഞിട്ടുള്ള മുട്ടയാണ്. 2 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. ഞാനിപ്പം പൊട്ടിക്കുന്നത് 3 മിനിറ്റ് വേവിച്ച മുട്ടയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റ് തിളച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിവാക്കിയിട്ട് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ചായ അരിക്കുന്ന അരിപ്പ നമ്മൾ എത്ര തേച്ച് കഴുകിയാലും അതിൽ കറ പിടിച്ചിട്ടുണ്ടാകും അല്ലേ. അരിപ്പ മാത്രമല്ല സ്പൂണെല്ലാം കറ പിടിച്ചിട്ടുണ്ടാകുമല്ലേ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടി ഒരു വലിയ പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂണ് പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തത്. കല്ലുപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വിനീഗറും പിന്നെ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിപ്പയും സ്പൂണൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. ഞാൻ 1 സ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് ചെറുതായിട്ടൊന്ന് ആറി വന്നാൽ മതി. നമുക്കിത് ഉരച്ച് കഴുകിയെടുക്കാം. ഞാനൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉരച്ച് കഴുകുന്നത്. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രഷാണ്. ഇത് ഉപയോഗിച്ച ബ്രഷ് ഒന്നല്ല കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രഷ് വെച്ച് അരിപ്പയുടെ എല്ലാ ഭാഗത്തും ഉരച്ച് കൊടുക്കാം. ഈ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതി ഉരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വേറെ ഡിഷ് വാഷ് ലിക്വിഡൊന്നും വേണമെന്നില്ല. എന്നിട്ട് നമുക്ക് ഈ സ്പൂണ് സ്ക്രബ്ബർ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഉരച്ച് കൊടുക്കാം. ഇതിലുള്ള അഴുക്ക് വേഗം പോയി കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മൾ സ്പൂണും അരിപ്പയും നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. അരിപ്പയിലും സ്പൂണിലും പിടിച്ചു പോയിട്ടുള്ള അഴുക്കൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിത് നല്ലോണം കഴുകിയെടുക്കാം. ഇപ്പം കണ്ടില്ല, നമ്മൾ അരിപ്പയിലും സ്പൂണിലൊക്കെ ഉള്ള അഴുക്കൊക്കെ പോയിട്ട് നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പുളി വർഷങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കേടാവില്ലെന്ന് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ആക്കി എടുത്തിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ പ്രസ് ചെയ്യരുത്, പുളി അമർന്നു പോകും, പിന്നെ എടുക്കാൻ പാടായിരിക്കും. നമ്മൾ ഇങ്ങനെ ഉരുളകളാക്കാതെ വെച്ചാൽ നമുക്ക് എടുക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ്, ഹാർഡായിട്ടാണ് ഉണ്ടാകുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പുളിയാണ്. കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടേ ഉണ്ടാവും. നമ്മൾ കൈ കൊണ്ട് ഒന്നങ്ങോട്ട് തട്ടി കൊടുക്കുമ്പോൾ അതങ്ങ് വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് എന്തിനേലും പാവാടേൻ്റെയോ മക്കനയുടെയോ സ്റ്റാപ്പ് കെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എളുപ്പത്തിൽ അയച്ചെടുക്കുന്നതെന്ന് നോക്കാം.
നമ്മളിങ്ങനെ കെട്ടിട്ട് പോയാൽ മുറിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ അയച്ചെടുക്കാൻ പറ്റും. ഇനി മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ലോണം ഒന്നങ്ങ് പിരിച്ചു കൊടുക്കുക ഒരറ്റം, എന്നിട്ട് അയച്ചെടുത്താൽ മതി. ഇതിപ്പം മക്കനയുടെ സ്ട്രാപ്പാണ് ഞാൻ അയച്ചെടുക്കുന്നത്. എളുപ്പത്തിൽ അയച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാധനമെല്ലാം കെട്ടിക്കൊണ്ട് വന്നാൽ പിന്നെ അത് നല്ല ടൈറ്റായിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് അയച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. ഇതുപോലെ ഒരറ്റം തിരിച്ചു കൊടുത്താൽ മതി, വേഗം എളുപ്പത്തിൽ അയഞ്ഞ് കിട്ടും. ഇതങ്ങനെ ടൈറ്റായിട്ടുള്ള കെട്ടൊന്നുമല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അയക്കാൻ പറ്റാത്ത കെട്ടലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങളെ വീട്ടിൽ പിന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പഴയ കുട ഉണ്ടെങ്കിൽ നല്ല ഉപകാരമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തുണി മുറിച്ച് മാറ്റിക്കളയാം. ഞാനിതിൻ്റെ തുണി മുറിച്ച് മാറ്റിയതാണ്. എന്നിട്ട് നമുക്ക് മഴയൊന്നും നനയാത്ത ഏതെങ്കിലും ഒരു മൂലയിൽ പിന്നെ ഞാനിപ്പോൾ പൈപ്പ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാമ്പിന് ഒരു കമ്പി കെട്ടി കൊടുത്തതാണ്. എന്നിട്ട് അതിന്മേലാണ് ഈ കുട കൊളുത്തിയത്. എന്നിട്ട് ഈ കുട കമ്പിയിലേക്ക് നമുക്ക് പിന്നെ ഒരുപാട് കവർ ഇതുപോലെ കൊളുത്തി കൊടുക്കാൻ പറ്റും. മീൻ മേടിച്ച കവറും എല്ലാം കഴുകി എടുത്തിട്ട് പാൽ കവറും എല്ലാം ഇതുപോലെ കൊളുത്തി കൊടുത്താൽ ഇതിൻ്റെ വെള്ളം ഇറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. കഴുകാതെ വെച്ചാൽ സ്മെല്ലടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കവർ എടുക്കാൻ വരുന്നവർക്കും ഇതുപോലെ കഴുകി ഉണക്കി കൊടുക്കണമല്ലോ. ഇതിൻ്റെ ഒരു കമ്പിയിൽ തന്നെ നമുക്ക് ഒരുപാട് കവർ കൊളുത്തിയിടാൻ പറ്റും. എല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ കെട്ടി വെച്ചാൽ മതി. പിന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ കേടാവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത്. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കേട് വന്നു പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് പച്ചക്കറി നമ്മൾ കേട് വന്ന് കളയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വെച്ചാൽ ഒരു പച്ചക്കറി പോലും നമുക്ക് കളയേണ്ടതില്ല. പിന്നെ ക്ലിംഗ് റാപ്പ് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം. ചെറുനാരങ്ങയെല്ലാം ഇതുപോലെ റാപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കവറിലിട്ട് വെച്ചാൽ മതി. എന്നാൽ നമുക്ക് പിന്നെ പച്ചക്കറീൻ്റെ ഇടയ്ക്കുന്ന് തിരയേണ്ടതില്ലല്ലോ, എളുപ്പത്തിലെടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ഈ ഒരു ഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം റാപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്നും തന്നെ പിന്നെ വെള്ളം കെട്ടില്ല, നല്ല ഡ്രൈ ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഞാൻ ഈ ബീട്രൂട്ട് റാപ്പ് ചെയ്ത് വെക്കുന്നത് പിന്നെ ഒക്ടോബർ 27-നാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് ഡിസംബർ 26-നാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ 2 ബീട്രൂട്ട് ബാക്കിയുള്ളത് കൊണ്ട് പിന്നെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മാസമായിട്ടും ആ ബീട്രൂട്ട് വാടിയിട്ടും കേട് വന്നിട്ടൊന്നുമില്ല. പിന്നെ ബീട്രൂട്ട് മാത്രം അവിടെ ബാക്കിയായതായിരുന്നു, അതാണ് ഞാനിന്ന് തോരൻ വെച്ചത്. ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു, കക്കിരിയും ക്യാരറ്റൊക്കെ. പിന്നെ ഈ 2 ക്യാപ്സിക്കവും ഞാൻ ബീട്രൂട്ടിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ 1 മാസം മുമ്പേ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, വാടിയിട്ടൊന്നുമില്ല. ക്യാപ്സിക്കം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, എത്ര ദിവസം പിന്നെ കേടാതിരിക്കുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇഞ്ചിയാണ്, അതും റാപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ കക്കിരി അങ്ങനെ തന്നെ കവറിലിട്ട് വെച്ചാൽ പിന്നെ ഒരു ഞളുപ്പ് വരുന്നില്ലേ, ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ട്. എല്ലാ പച്ചക്കറിയും ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ വലിപ്പിലാണ് വെക്കുന്നത്. പച്ചക്കറി എല്ലാം കൂടി ഒരു ദിവസം വാങ്ങുന്നതല്ല, പിന്നെ കുറച്ച് തീരുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതാണ്. പിന്നെ ഇടയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ റാപ്പ് ചെയ്ത് വെക്കും. ഇത് ചുരങ്ങയാണ്, ഇത് വലിയ ചുരങ്ങ ആയതുകൊണ്ട് ഞാൻ മുറിച്ചിട്ട് റാപ്പ് ചെയ്തതാണ്. നമുക്ക് കറി വെക്കാനൊക്കെ പകുതിയല്ലേ വേണ്ടി വരൂ. പിന്നെ ഇതാ പൊട്ടിക്ക, ക്യാരറ്റ്, കക്കിരി എല്ലാം റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാൻ ഇതുപോലെ കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ച് വെക്കാതെ ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വെക്കും. മുട്ട ഞാൻ കഴുകിയിട്ടാണ് വെക്കുക. കഴുകി വെള്ളാറിയതിന് ശേഷം ഇതുപോലെ ഇട്ട് വെക്കും, അടച്ച് വെക്കാതെ. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ്, പിന്നെ ആപ്പിളും മുസമ്പി, നാരങ്ങ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കവറിൽ ഇങ്ങനെ തുറന്ന പോലെ വെച്ചാൽ മതി. പിന്നെ പൂട്ടി വെക്കാതെ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ തട്ടിൽ. പാസ്തയും മുട്ടായൊക്കെ വരുന്ന കവറില്ലേ, അതിൽ വെച്ചാൽ മതി. 1 മാസം വരെ ഒന്നും കേടാകുന്നില്ല കേട്ടോ. നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഓരോ ദിവസം അങ്ങനെ ഇടയ്ക്ക് വാങ്ങുന്ന പച്ചക്കറി ഞാനിതുപോലെ റാപ്പ് ചെയ്യുന്നതാണ്. അതിൻ്റെ റാപ്പ് കീറിപ്പോയിട്ടൊന്നുമില്ല, നമുക്ക് പിന്നെ ഇതുപോലെ ചുറ്റി കൊടുക്കാം, കീറിപ്പോവൊന്നുമില്ല അങ്ങനെയൊന്നും. അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള റാപ്പാണ് ഞാൻ ഈ ഉരുളക്കിഴങ്ങിന് ചുറ്റി കൊടുക്കുന്നത്. ഞാൻ പിന്നെ ഒരു ദിവസം വാങ്ങിച്ചതായിരുന്നു ഉരുളക്കിഴങ്ങ്. പിന്നെ ബീൻസ് വേഗം തന്നെ കേടായി പോകുന്നില്ലേ, അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ബീൻസ് വാങ്ങിയപ്പോൾ അങ്ങനെ കൂടുതലായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ച് വാങ്ങിയതായിരുന്നു.
അപ്പോൾ അങ്ങനെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഒരു 5-8 ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ഒന്നിച്ചിട്ട് തന്നെ റാപ്പ് ചെയ്ത് വെച്ചതാണ്. അത് കേട് വന്നിട്ടും വാടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ബീൻസും വെണ്ടയ്ക്കയൊക്കെ വാങ്ങിച്ചാൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്